ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഷവർമ ബ്രെഡ് പോക്കറ്റാണ്. മസാലയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്ക്. ഈസിയും ടേസ്റ്റിയുമാണ്. ട്രൈ ചെയ്താൽ നന്നായി ഇഷ്ടപ്പെടും, അത്രയും രുചി. ഒരു 12 പീസ് ബ്രെഡ് എടുത്ത് ഇതുപോലെ 4 സൈഡും കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ആവി കയറ്റി എടുക്കണം. ഒരു 10 മിനിറ്റോളം ആവി കയറ്റണം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. ബ്രെഡ് നന്നായി ചൂടായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഭാഗം എടുക്കാം. എന്നിട്ട് ബാക്കി ലോ ഫ്ലെയിമിലിട്ട് അവിടെ മൂടി വെച്ച് കൊടുക്കണം, ഫ്ലെയിം ഓഫാക്കാതെ. കാരണം ഇതിൻ്റെ ചൂട് പോയിക്കൂടാ. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ചപ്പാത്തി പലകയിലിട്ട് ഓരോന്നായി ഇതുപോലെ പരത്തിയെടുക്കണം. മൈദാമാവിനേക്കാൾ നൈസായി പരന്ന് കിട്ടും. ചൂട് പോയില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി ചൂടാക്കി എടുക്കാൻ മറക്കരുത്. ഒരു ഉള്ളി, ഒരു അരക്കപ്പ് കാബേജ്, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, അരക്കപ്പ് ഫ്രൈ ആക്കി എടുത്ത ചിക്കൻ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, വീട്ടിൽ നിന്നുണ്ടാക്കിയ മയോണൈസ് ഒരു 4 ടേബിൾ സ്പൂണ്, ഒരു മുട്ടയും 2 വെളുത്തുള്ളി അല്ലിയും, 1 ടീസ്പൂൺ സിർക്കയും, ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി നന്നായി ഇടിച്ചെടുത്താണ് ഈ മയോണൈസ് ഉണ്ടാക്കിയത്. എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കരുതി വെച്ച ബ്രെഡില്ലേ പരത്തി വെച്ചത്, അത് ഓരോന്നായി എടുത്ത് 4 സൈഡ് മൈദ തൂക്കി കൊടുക്കണം. കുറച്ച് മൈദയും കുറച്ച് വെള്ളവും കൂടി മിക്സാക്കി എടുത്തതാണ്, നല്ല കട്ടിയിൽ. എന്നിട്ട് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കണം. ഒരു 2 ടീസ്പൂണ് ഫില്ലിങ് നിറക്കണം. എന്നിട്ട് ഈ 3 സൈഡ് നന്നായി അമർത്തണം. നന്നായി അമർത്തിയാലേ അവിടെ ഒട്ടി നിൽക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തണം. നല്ലൊരു വെറൈറ്റി സ്നാക്കാണ്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇനി രണ്ടാമത്തെ ബ്രെഡും അതുപോലെ എടുത്ത് 2 ടീസ്പൂണോളം ഈ ഫില്ലിങ് നിറച്ച് കൊടുത്ത് ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഫോർക്ക് കൊണ്ട് നന്നായി അമർത്തി കൊടുത്താലും മതി. ഇതും എളുപ്പ വഴിയാണ്. ഇതുപോലെ നന്നായി അമർത്തിയാൽ അവിടെ ഒട്ടി നിൽക്കും. കൈ കൊണ്ട് അമർത്തണമെന്നില്ല. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടയെടുത്ത് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരിച്ചിരി ഉപ്പ് മതി, 1 ടീസ്പൂണ് പാല് നന്നായി മിക്സാക്കി കൊടുക്കണം. പിന്നെ കുറച്ച് ബ്രെഡും പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബ്രെഡ് എടുത്ത് ആദ്യം മുട്ടയിലും പിന്നെ ബ്രെഡിലും മുക്കിയെടുക്കണം. ബ്രെഡ് നന്നായി പിടിപ്പിക്കണം. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ബ്രെഡ് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്. എന്നിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ആക്കി എടുക്കണം. ചൂടോട് കൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അല്ലാതെയും ടേസ്റ്റ് തന്നെ. ഏത് സ്നാക്സ് ആയാലും അങ്ങനെ തന്നെ. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി. അന്നേരമാണ് ടേസ്റ്റ് കാണുക. എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അങ്ങനെ നല്ല ഈസിയും ടേസ്റ്റിയുമായ ഷവർമ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.